iClick do not show Malayalam content on my internet. എൻ്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടി എല്ലാ കാര്യത്തിനും ഒരു രണ്ട് വശമുണ്ട്. വന്നത് ഒരു വശം മാത്രമാണ്. അപ്പൊ ഇപ്പുറത്തൊരു വശമുണ്ട്, അത് പറയണം തോന്നി, അത് പറഞ്ഞു. ഡയറക്ടർ നിലയിൽ തന്നെ ഞാൻ തന്നെയാണ് ബാസിൽ മച്ചാനെ ചൂസ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് എൻ്റെ സെറ്റിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ പ്രൊഡ്യൂസർ അടക്കം ഹാപ്പിയാണ്. ഇതിനകത്ത് നീ ചെയ്താൽ മതി. ഇവൻ പറയുന്ന ഈ 2 ദിവസത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂം ഇല്ല. അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു അല്ല ഷോട്ടില്ല, അതെനിക്കറിയാം. ഈ ഫിലിമിൽ ഒരു സീനുണ്ട്, ഞാൻ ബാസിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ജോയുടെ അടുത്തും പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ വൈബ്രേഷനിൽ വിശ്വസിക്കുന്നു. ശരി, ഇതൊരു സിനിമ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ശുദ്ധ മനസ്സാണ് അങ്ങനെ അല്ല, അതെന്നെ ശരിക്കും മനസ്സിലാക്കി കിട്ടി. കുമ്പളങ്ങി നൈറ്റ്സിൽ ഇളയവനായിട്ടുള്ള സീനിൽ ഞാൻ ബെഡ് മേക്കർ എന്നിട്ട് വലയിടാൻ പോകാന്ന് പറഞ്ഞ സീനിൽ അത് ആക്ച്വലി പപ്പ് കെട്ടണം കൊടുത്തായിരുന്നു. പക്ഷെ പ്രഷേഴ്സ് എല്ലാവർക്കും ഉണ്ട്. എനിക്കൊന്ന് ടാലന്റീനോയ്ക്കും ഈ പറഞ്ഞ പോലെ 2 ദിവസത്തിൽ അല്ല 1 ദിവസം തന്നെ ആയിരിക്കും കൊടുക്കാൻ പോണത് സ്റ്റുഡിയോ. എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ദിവസങ്ങൾ പുള്ളിക്കും കൊടുക്കുന്നു. ഇവിടെ വെൽക്കം ശ്രീനാഥ് ബാസി, വിജയ് കുമാർ ആൻഡ് ജോജോ. സ്വാഗതം. ആസാദിയാണ് നമ്മുടെ വിഷയം. ഈ ആസാദിലേക്ക് വരുന്നതുകൊണ്ട് ബാസി, ഈ കാർമേഘങ്ങളൊക്കെ മാഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിൽ ഇപ്പോൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 2011 തൊട്ട് 2025 വരെയുള്ള 14 വർഷം നീണ്ടു നിന്നൊരു കരിയർ, 50ഓളം സിനിമകൾ ഇറങ്ങിയതും ഇറങ്ങാനുള്ളതുമായിട്ടുള്ള ഒരു 50ഓളം സിനിമകൾ വരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് പോകുന്ന മുഖങ്ങൾ, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ്, ഇതൊക്കെ ആരോടൊക്കെ ആയിരിക്കും, എന്തിനോടൊക്കെ ആയിരിക്കും? എന്താണ് ഈ ഒരു 14 വർഷം നീണ്ടുന്ന ജേണിയെ പറ്റി ഓർക്കാൻ പറഞ്ഞാൽ മനസ്സിലായിരുന്നു? ഒരു ബുക്ക് എഴുതാൻ തോന്നുന്നു അളിയൻ്റെ ചോദ്യത്തിൽ. എല്ലാവരോടും, നാട്ടിലുള്ള എല്ലാവരോടും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, എല്ലാവരും സിനിമ അഭിനയിക്കാനും ഇങ്ങനത്തെ ഒരു ജോലി പേഴ്സ്യൂ ചെയ്യാനുള്ളൊരു ഭാഗ്യം എല്ലാവർക്കും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളൊരു സത്യാവസ്ഥ എനിക്ക് മനസ്സിലായെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല സിനിമകളും നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതും നല്ല കഥകൾ പറയാൻ സാധിക്കുന്നതും ഐ ബിലീവ് ആണ് ഏറ്റവും ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ സിനിമകളും എൻ്റെ ഇതും ഞാൻ ചെയ്യുന്ന ജോലിയുമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യം കൂടിയാണ് ആക്ടിങ് ആൻഡ് ബീങ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ആൻഡ് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആൾക്കാരുടെ ജീവിതത്തിൽ ഇത്തിരി എൻ്റർടൈൻമെൻറ്റിലൂടെ നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഐ ലുക്ക് അറ്റ് ഇറ്റ് വിത്ത് എ ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് എന്താ പറയുക, കുറേ പ്രത്യാശയോടെ ബിറ്റ് ഓഫ് ഹോപ്പ്. ഇനി നല്ല പടങ്ങൾ, നല്ല കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ, നല്ല ആൾക്കാരോട് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അത് തന്നെയാണ് ഡയറക്ടറുടെ അടുത്താണ്. 1 night 1 birth 1 mission. ഒറ്റ ദിവസം നടക്കുന്ന കഥയാണ് അല്ലേ? ഒന്ന് 2-3 ദിവസം കൊണ്ട് നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ ഒരു രാത്രിയിലേക്ക് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ്. ക്രൂഷ്യൽ മൂമെന്റ് രാത്രിയാണ്. രാത്രിയാണ് ഒരു ക്രൂഷ്യൽ മൂമെൻറ്റ്. ഡേയും ഉണ്ട് നൈറ്റും ഉണ്ട്. അപ്പം ഒരു ദിവസം കൊണ്ട് നടത്താൻ വരുന്നത് പോലീസ് അവരുടെ ഒരു ഇടപെടലുകൾ കാണാം. 1-2 ദിവസത്തേക്കിലോട്ട് മാറുന്നതാണ് പടം. ഇപ്പോൾ ഈ ഒറ്റ ദിവസത്തെ കഥ അല്ലെങ്കിൽ 1-2 ദിവസത്തെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ എനിക്കൊന്ന് കണ്ടതിൽ വെച്ച ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരാളെ ഇറക്കാം, അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു തടവിലാക്കപ്പെട്ട ഒരാളെ പുറത്തിറക്കാന്നുള്ളൊരു മിഷൻ പോലെയാണ് നമുക്ക് ട്രെയിലർ കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ 1-2 ദിവസത്തെ കഥ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ്, ലൊക്കേഷൻ സ്പേസ് ഒക്കെയാണ് ഒരുപാട് നമുക്ക് ലിമിറ്റേഷൻസ് വരുന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ തിരക്കഥ വരുന്നത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അതിൽ ഒന്നാമത്തെ കാര്യം കോട്ടയം മെഡിക്കൽ കോളേജാണ് സ്ഥലം. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് രോഗികളും പല ആക്സിഡൻറ്റ് കേസുകളൊക്കെ വരും. എല്ലാത്തിനെയും അതിജീവിച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ആർട്ടിസ്റ്റുകളുടെ അവരുടെ അത്രയും നമ്മുടെ കൂടെ നിന്ന് അത് എല്ലാവരും ഓരോ സമയത്ത് നമുക്ക് ഷെഡ്യൂൾ എന്ന് വെച്ചില്ല. ഇപ്പം രാവിലെ നമ്മൾ ഓരോ ടൈമിംഗ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇത്ര മണി വരെ ഷൂട്ട് ചെയ്യുക. കാരണം അത് കഴിഞ്ഞാൽ അവിടെ കൺസൾട്ടിങ് ഉണ്ട്, ഇന്ന ആൾക്കാരുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ആംബുലൻസും ആക്സിഡൻറ്റ് കേസുകളൊക്കെ വരുമ്പോൾ പിന്നീട് നമുക്കവിടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അതിനോട് പറ്റുമ്പോൾ നെക്സ്റ്റ് അപ്പോൾ ഇവരെല്ലാം റെഡിയാണ്, നമുക്ക് അടുത്ത ചെയ്യാം. അപ്പം അങ്ങനെയാണ് ചാടിച്ചാടി നിൽക്കുന്ന ടീമെല്ലാം. വിജയ് ബ്രോ, ഈ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ കുറച്ച് അടുത്ത സൗഹൃദം ഉണ്ടെന്ന് തോന്നുന്നു. ഓൾറെഡി ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, കുണ്ടറ അണ്ടി ആഫീസ് എന്ന് പറയുന്ന പടം ഓൾറെഡി ഡയറക്റ്റ് ചെയ്തത്. നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? ശരി,
ബോണ്ടിങ് അതൊരു ചിരി. കഥാപാത്രം ഭയങ്കര രസമാണ്, പടത്തിൽ നമ്മൾ തമ്മിൽ നല്ല രസമാണ്, അതുകൊണ്ട്. അല്ല, ഞാൻ സിനിമയിലെ ഈ ക്യാരക്ടർ ഇത് മാത്രമല്ല ചോദിച്ചത്, നിങ്ങളുടെ പേഴ്സണൽ ബോണ്ടിങ്. ഞാൻ ഓൾറെഡി ബാസി വെച്ചൊരു പടം ഡയറക്ടിങ് കൂടെ ചെയ്തിരിക്കുന്നുണ്ട്, റിലീസ് ആവാൻ വേണ്ടി പോകുന്നു. അപ്പൊ ആ ഒരു സൗഹൃദം എങ്ങനെയാണ്? ആക്ച്വലി ശരിക്കും നമ്മൾ ഈ കോളേജസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിൻ്റെ കരിയറിലേക്ക് ഒരുമിച്ച് വരുന്നൊരു പീരീഡില്ലേ, ആ പീരീഡിൽ ഒരു ടീം ഓഫ് ആൾക്കാർ നമ്മളുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലെ ജൂനിയർ ആയിരുന്നു ബാസി. അപ്പം നമ്മൾ ഇടയ്ക്ക് കാണും. അപ്പം കാണുമ്പോൾ നമുക്ക് അങ്ങനല്ലേ, അപ്പം അങ്ങനെ ഉള്ള ബന്ധം എത്രയോ വർഷമായിട്ടുള്ളത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. കുണ്ട്രാൻഡി ആഫീസ് ഇപ്പോൾ ഈ ഓണത്തിന് മുന്നേ റിലീസാണ്. അപ്പോൾ അടുത്ത മാസം നമ്മൾ ഡബ്ബിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു റിലീസും കൂടി പ്രതീക്ഷിക്കും. അല്ലേ, ഇറ്റ്സ് ഓക്കെ. എനിക്ക് നിങ്ങളുടെ ഒരു ബോണ്ടിങ് എനിക്ക് പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നത്, ഇത് മുന്നേ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഫസ്റ്റ് ഒരു പ്രസ് മീറ്റ് വിളിക്കുകയും അത് അങ്ങനെയല്ല ശരി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്തത് താങ്കളാണ് ആയത്. അത് അന്നേരമാണ് എല്ലാവരും നോട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സിനിമയെ പറ്റിയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ്ങിനെ പറ്റി. ഒരു ഡയറക്ടർ തന്നെയാണ് ആ പടത്തിനെ പറ്റി പറയുന്നത്. അതാണ് ഞാൻ ആദ്യം നിങ്ങളുടെ ഒരു ആ ചോദ്യം ചോദിക്കാൻ തന്നെ റീസൺ അതാണ്. അല്ല, എല്ലാ കാര്യത്തിനും ഒരു രണ്ട് വശമുണ്ട്. വന്ന് വന്നത് ഒരു വശം മാത്രമാണ്. അപ്പൊ ഇപ്പുറത്തൊരു വശമുണ്ട്, അത് പറയണം തോന്നി, അത് പറഞ്ഞു. തീർച്ചയായിട്ടും. ബാസി, സിനിമകള് ഇപ്പം 14 വർഷം കൊണ്ട് ബാസി 50 സിനിമകളാണ് ചെയ്തത്. ഒരു വർഷം 5 സിനിമകൾ ചെയ്തിട്ടുണ്ട്, ചില വർഷങ്ങളിൽ 5 or 6 സിനിമകൾ ചെയ്തിട്ടുണ്ട്, ചില വർഷങ്ങളിൽ 1 or 2 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അത് നായകനായിട്ടുണ്ട്, സഹനടനായിട്ടുണ്ട്, ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്? കാരണം ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആള് അത്രയും സെലക്റ്റീവ് ആവുന്നതിന്റെ റീസൺ എന്താണ് ശരി? എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തെ ആയിരിക്കണം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ന്യൂവാൻസ് എന്തെങ്കിലും ആയിരിക്കും ഓക്കെ ഇത് കൊള്ളാലോ എന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഓരോ കഥാപാത്രങ്ങളും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക റൂളോ അങ്ങനെയൊന്നുമില്ല. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് കാണുമ്പോൾ ഓക്കെ. ഒരിക്കലും എന്നെയായിട്ട് ബന്ധമില്ലാത്തൊരു സാധനമാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാവും. നമ്മളിൽ നിന്ന് എത്ര ദൂരെ പോകുന്നു അത്രയും നമുക്കൊരു ചാലഞ്ചാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര ഒരു തോട്ട് പ്രോസസ്സ് അതിനകത്തേക്ക് പോകുന്നില്ല. ഇഫ് ഇറ്റ് ഇസ് എക്സൈറ്റിംഗ് ഐ എം ഗോയിങ് ഫോർ ഇറ്റ്. അങ്ങനെയാണ്. ഈ എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീലുകൾ കട്ട് വരുന്ന 2 സീനുകളാണ്. ഒന്ന് ആദ്യം വന്നിരുന്നത് നമ്മുടെ ഈ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ മദ്യക്കുപ്പി ഞാനാണ് അടിക്കണത് എന്നുള്ള ആ ഒരു സംഭവം നിവിൻ്റെ അടുത്ത് പറയുന്നതും, ഇപ്പോൾ വരുന്നത് വരുത്തനിലെ കുഞ്ഞ എന്ന് വിളിച്ചിട്ടുള്ള ഈ സീൻ ഇപ്പോൾ ഒരുപാട് രണ്ടും ട്രാൻസിലെ അത് ഒരുപാട് കട്ട്സ് വരുന്നുണ്ട്, കാണാറുണ്ടോ? I do not show Malayalam content on my internet. എൻ്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടി കാണാറില്ല. ഓക്കെ അണ്ടർസ്റ്റുഡ്. നമുക്ക് ഇതിലേക്ക് വരുവാണ്. ഈ ഒരു കഥ ഭാസിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. രവീണ താരതമ്യേന ഒരുപാട് സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അമ്മയാണെങ്കിലും പിന്നീടാണ് അഭിനയത്തിലേക്ക് വരുന്നത്. രവീണയാണെങ്കിലും അഭിനയത്തിൽ ഒരു 10 പടത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ രണ്ടുപേരുടെ കാസ്റ്റിംഗ് എങ്ങനെയാണ്? ഈ കഥാപാത്രം ഇപ്പം സാഗറു ഞാനുമായിട്ട് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്ത് അവൻ എഴുതി കൊണ്ടുവന്നപ്പം ഫസ്റ്റ് ചോയ്സ് തന്നെ നമുക്ക് അത് ബാസി വെച്ചാൽ അത് ഓക്കെ ആകുന്ന തന്നെ. കാരണം വെച്ചാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ്, ഒരു സാധാരണക്കാരൻ്റെ ഒരു കഥയാണ്. പിന്നെ രവീണിലേക്ക് വന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ആർട്ടിസ്റ്റിനൊക്കെ പ്ലാൻ ചെയ്തു, എല്ലാം കണ്ടപ്പം രവീണ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് ശബ്ദം കൊടുക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അയാൾക്ക് സൗണ്ട് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്, എന്ന് വെച്ചാൽ ശബ്ദമില്ലാത്തൊരു ക്യാരക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും നമുക്കൊന്ന് തോന്നി. പിന്നെ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചൂസ് ചെയ്തത് മോശമായിട്ടില്ല, കാരണം ഗംഭീരമായിട്ടത് ചെയ്തിട്ടുമുണ്ട്. ഫസ്റ്റ് അങ്ങനെയായിരുന്നു, നമുക്ക് അതിലേക്ക് പോകാം എന്ന് തോന്നിയത് കൊണ്ട് നേരെ ഡയറക്റ്റ് പോയി. പക്ഷെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഓക്കെ. പിന്നെ ബാസി മച്ചാൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഫസ്റ്റ് അത് തന്നെയാണ് ഞങ്ങളുടെ കറക്റ്റ്. നമുക്ക് ചെയ്യാം, നമുക്കൊരു ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് പടമാണ്, നമുക്ക് ബാസി ചൂസ് ചെയ്യാം. കാരണം ഗംഭീര ആർട്ടിസ്റ്റാണ്. കാരണം അത് അബ്സല്യൂട്ട്ലി ആ ഒരൊറ്റ മൈൻഡോട് തന്നെ ആദ്യം കഥ പറയാൻ വേണ്ടി പോയി സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓക്കെ. അതിൽ കൂടുതൽ നമ്മൾ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മൾ പിന്നെ നമ്മുടെ മെയിൻ ക്യാസ്റ്റ് റെഡി, അടുത്തത് എന്നുള്ള രീതിയിലോട്ടുള്ള ഇത് തന്നെയായിരുന്നു. അങ്ങനെയാണ് പോയത്. അങ്ങനെ തന്നെയാണ്. വിജയ് ഇതിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണോ?
ഈ പോലീസ് ക്യാരക്ടർ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ല ഇല്ല അത് ചെയ്യാൻ ഭയങ്കര ആ ലുക്ക് വൈസ് ആയതുകൊണ്ടാണ് പോലീസ് ക്യാരക്ടർ ഇതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതെന്താണെന്നറിയോ, ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ അങ്ങനെ പോലീസ് ക്യാരക്ടർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന പോലീസ് ക്യാരക്ടേഴ്സ് നന്നാവുന്നു എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ കൂടുതലായിട്ട് വരണമെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട്, ഓക്കെ എനിക്കും വിശ്വാസമുണ്ട് ഈ യൂണിഫോം ഇട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു സാധനം. നല്ല രസമാണ് ചേട്ടാ. അതെ 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 അതെ, അതെനിക്കറിയാതെ ഞാനത് എൻജോയ് ചെയ്തിട്ട്. എന്ന് വെച്ചാൽ ഓരോ പോലീസ് ഓഫീസറും ഓരോരുത്തരല്ലേ, നമ്മളല്ലാതെ ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെയുള്ള ആയിരക്കണക്കിന് സിനിമയിൽ ആ പോലീസ് ഓഫീസർക്ക് ഒറ്റ മനസ്സായിരിക്കില്ല, ഒറ്റ ഉദ്ദേശമായിരിക്കില്ല. ഈ ഫിലിമിൽ എൻ്റെ ക്യാരക്ടറിന് ഒരു ഉദ്ദേശമുണ്ട്, എല്ലാ ഫിലിമിലും ഉണ്ട്. അത് നെഗറ്റീവാണ് അല്ല, എന്നെ സംബന്ധിച്ച് സെക്കൻഡ് ഷോ മുതൽ ഒരു ഫിലിമിലും നെഗറ്റീവ് അല്ല. അത് എൻ്റെ ഉദ്ദേശം ആ സിനിമേൻ്റെ അകത്തും എൻ്റെ ഉദ്ദേശം വെരി ക്ലിയർ ആണ്. അത് എന്താ പറയാ, നല്ല ഉദ്ദേശം. നെഗറ്റീവാണ് ഓർത്തു. അല്ല 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 പോസിറ്റീവ് ടൈപ്പ് എന്ന് പുള്ളി പറയും. പക്ഷെ അത്യാവശ്യം ഞാൻ പറയില്ല. അതല്ല, ഇത് വേറെ എല്ലാവരും അവരവരുടെ കഥയിൽ നായകന്മാരാണ്. അതെ 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 അതെ. പുള്ളി വരുന്ന സ്ഥലത്തിന് ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്. പുള്ളി വരുന്ന ഒരു റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് പുള്ളിക്ക് ഈ പടത്തിൽ തോന്നുന്ന ഒരു ഫീലിംഗ് തോന്നുന്നു കമ്മിങ് ഫ്രം എ പ്യുവർ പ്ലേസ്. അതാണ് പുള്ളി പറയുന്നത്. പുള്ളി അങ്ങനത്തെ മനുഷ്യനല്ല എന്ന്. പക്ഷെ എൻ്റെ കഥാപാത്രത്തിന് അങ്ങനെയല്ല. ഞാൻ എടുക്കില്ല നെഗറ്റീവായിട്ട്. എന്താണെന്നറിയോ, ഞാനിത് ഇടയ്ക്ക് 1-2 തവണ എടുക്കുമ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ടി വരും. ഇത് നമ്മളെ കുറച്ച് ദിവസം എഫക്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട്, മനസ്സിലായോ? അത് പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. അതാണ്. അത് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടെ കൊണ്ടുപോകും. ആ ഒരു അല്ല, ക്യാരക്ടർ കൂടെ വരും എന്നുള്ളതല്ല. ഒരു മൊമെന്റിൽ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളത് അതിൻ്റെ വൈബ്രേഷൻ നിങ്ങൾ അനുഭവിച്ചിരിക്കും. ഓക്കെ, അത് എത്ര തവണ അനുഭവിക്കുന്നു എന്നനുസരിച്ചിരിക്കും ഈവനിങ്ങിൽ നമ്മൾ പോയി കിടക്കാൻ പോകുന്നിടത്ത്. ഓക്കെ, സോ അതിനങ്ങനെ അത്രയും നെഗറ്റീവായിട്ട് ഞാൻ എടുക്കാറില്ല ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് ഈ ഫിലിമിൽ ഒരു സീനുണ്ട്, ഞാൻ ബാസിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു, ജോയുടെ അടുത്തും പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ വൈബ്രേഷനിൽ വിശ്വസിക്കുന്നു. ശരിക്കും ഇതൊരു സിനിമ, ഇതൊരു സിനിമയാണെങ്കിൽ ഇതൊരു ആർട്ടല്ലേ. ബട്ട് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ഇൻ ഹിസ് ഡിഫൻസ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ ഒരു ഇത് പറഞ്ഞപ്പോഴേക്കും നമ്മൾ പിന്നെ കൺവിൻസ് ചെയ്യേണ്ടി വന്നു വിജയേട്ടനോട്. വിജയേട്ടാ പ്ലീസ് ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്തു തന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ബിക്കോസ് ഇന്ന് അങ്ങനെയല്ല, അത് കുഴപ്പമില്ല, ഈ ക്യാരക്ടർ അങ്ങനെയാണ്. അതിൻ്റെ ഒരു അത്രയ്ക്ക് പോലും ഹി ഡിഡ്ന്റ് വാണ്ട് ടു ടേക്ക് ഇറ്റ് ഹോം. കാരണം അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ശുദ്ധ മനസ്സാണ് അങ്ങനെ അല്ല, അതറിയാത്തോണ്ടാണ് അതെന്നെ ശരിക്കും മനസ്സിലാക്കി കിട്ടി. No, I'm saying ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഓരോ കഥാപാത്രത്തിനെ അപ്രോച്ച് ചെയ്യുന്നതിന്. അപ്പോൾ ചേട്ടനത് അത്രയ്ക്ക് നെഗറ്റീവ് ആവണ്ടെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഈ സീനിൽ അത് പറഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനും ചോദ്യം കൂടെ ഒന്ന് കൺവിൻസ് ചെയ്ത് അവസാനം അത് ചെയ്യാൻ അത് കുഴപ്പമൊന്നുമില്ല വിജയേട്ടാന്ന് പറഞ്ഞു. We got it done. അങ്ങനെ കൺവിൻസ് ചെയ്താണ് ചെയ്തത്. പുള്ളി ആക്ച്വലി പറഞ്ഞ ശരിയാണ്, നെഗറ്റീവ് ഷെയ്ഡാണ് അതിന്റെ ഒരു ഡാർക്ക്നെസ് ഇല്ലേ. കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബാസി ഇങ്ങനെ ചെയ്ത കഥാപാത്രങ്ങൾ എപ്പോഴെങ്കിലും ഹോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിട്ടിട്ടു ആ ഒരു കാറ്റഗറിയാണ്? എങ്ങനെയാണ്? ഒരു കുഴപ്പമില്ല, എന്ത് കഥാപാത്രം പെട്ടെന്ന് മാറുന്ന ഒരു സിനിമയല്ലേ, നമ്മളൊരു റോൾ ചെയ്യണല്ലേ, വി ആർ പ്രിറ്റൻഡിങ്. കുഴപ്പമില്ല. അത് പക്ഷെ ചില ഈ പറയുന്ന പോലെ ദർ ആർ പീപ്പിൾ അത് കുറച്ചും കൂടെ ശരീരത്തിൽ നിൽക്കുകയും അതിൻ്റെ കുറച്ച് നേരം ലിങ്കർ ചെയ്യും ചിലവർക്ക്. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ രീതിയാണ്. എന്നെ മെത്തഡ് ആക്ടർ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അതിൻ്റെ വിച്ച് ഇസ് നോട്ട് എ വെരി ഹെൽത്തി തിങ് ഫോർ എവ്രി വൺ എൽസ്. നിങ്ങൾക്ക് ചിലപ്പോൾ അടിപൊളിയായിരിക്കും ആസ് എൻ ആക്ടർ, ചിലപ്പോൾ ഐ തിങ്ക് സോ. എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ, എന്നോട് പറഞ്ഞതാണ് ആൾക്കാർ. അങ്ങനെ നമ്മൾ ഫുൾ ടൈം കഥാപാത്രമായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വർക്കാവാത്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മളത് പരിപാടിക്കാൻ കഴിഞ്ഞു, ശാന്തി, അത്രേ ഉള്ളൂ. അത് ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഹോം. ഇപ്പോൾ കഥാപാത്രങ്ങളിൽ നിന്ന് മാറാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. കഥാപാത്രങ്ങളിലേക്ക് കയറാൻ പ്രിപ്പറേഷൻ പോലെ ഉണ്ടായിട്ടുണ്ടോ?
ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇന്നോളം വന്ന സിനിമ സിനിമകളിലേക്ക് വരുമ്പോൾ നമുക്ക് കയറാനായിട്ട് ഈ പറഞ്ഞൊരു ഒരു 2 ദിവസം ഉണ്ടെങ്കിൽ 2-3 സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? ഒരു ബിക്കോസ് യു കമ്മിങ് ഫ്രം സംവെയർ എൽസ്, വേറൊരു സ്കിന്നിൽ നിന്ന് ഇപ്പുറത്ത് വേറൊരു ഒരു 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 മനുഷ്യനായി തീരാൻ നേരത്ത് അതിനൊരു 2-3 സീനൊക്കെ വേണ്ടി വരും ഒരു സിനിമയിൽ. ജസ്റ്റ് ഒന്ന് ഒരു ദിവസം നമുക്ക് അത് ഡിപ്പെൻസ് ഓൺ ദ ദിവസം ഓൾസോ. അന്ന് കുറേ ചെയ്യാണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വീഴും നമ്മൾ അതിനകത്തേക്ക്. എൻ്റെ കാര്യം ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ് ഫോർ പീപ്പിൾ. ഞാൻ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യം ചെയ്ത 1-2 ദിവസത്തെ സീനുകളെല്ലാം സിനിമ തുടങ്ങി കുറച്ചങ്ങ് പോയി അവസാനമായപ്പോൾ ഇതെല്ലാം റീഷൂട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ആ നടന്റെ ആവശ്യപ്രകാരം തന്നെ നമുക്ക് കുറച്ച് ക്യാരക്ടറിലേക്ക് കയറി കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ റീഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫോർ അതർ റീസൺസ്. ബിക്കോസ് എനിക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ കുംബ്ലങ്ങി നൈറ്റ്സിൽ ഇളയവനായിട്ടുള്ള സീനിൽ ഞാൻ ബെഡ് മേക്കർ എന്നിട്ട് വലയിടാൻ പോകാന്ന് പറഞ്ഞ സീനിൽ അത് ആക്ച്വലി പപ്പ് കെട്ടണം കൊടുത്തായിരുന്നു. നമ്മൾ നീന്തണ ഷോട്ടില്ലേ ഒരുമിച്ച്, ആ ഷോട്ട് എടുത്ത് തന്നെ നമ്മൾ പപ്പ് കെട്ടിയിട്ട് അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കണ്ടടാ ഗിഫ്റ്റ് അത് എന്നൊക്കെ പറയണ്ട. അത് ഫസ്റ്റ് ഡേ എന്തോ നമ്മളെടുത്തത്. പക്ഷെ അത് പിന്നെ ശ്യാമേട്ടന് ഇതുപോലെ തോന്നിയിട്ട് മകൻ്റെ ശ്യാമേട്ടനെ കൂടെ കുറച്ച് ദിവസത്തിന് ശേഷം അത് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ മറ്റേ നെറ്റിൻ്റെ അകത്ത് കട്ടിലാക്കിയായിരുന്നു. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഈവൻ ദ മേക്കേഴ്സ് ഫീൽ ലൈക്ക് ഓക്കെ വി കെൻ ഡു എ ബെറ്റർ ജോബ്. യുനോ മറ്റേത് ഞാൻ മറ്റേ ഫ്രഷ് ആയിരുന്നു, അത് വലിയ സുഖമില്ലായിരുന്നു. മറ്റേ മീനൊക്കെ പിടിക്കാൻ പോകണോട്ട് അവനെ പോലെ അല്ലായിരുന്നു വെച്ചാൽ. അത് പ്രത്യേകിച്ച് ഈ ശ്യാമിൻ്റെ ഒക്കെ പ്രോസസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. അവരതിന് പ്രിപ്പേർഡ് ആണ്. ഓക്കെ നമുക്ക് ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത നെക്സ്റ്റ് വെനസ്ഡേ ഒന്നും കൂടി ചെയ്ത് നോക്കാം ഇതേ ലൊക്കേഷൻ. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഷൂട്ടിന് മുന്നേ തന്നെ ഉണ്ട് അവർക്ക്. അത് അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതൊരു മെന്റാലിറ്റിയാണ് ആക്ച്വലി. ഇപ്പം അനദർ എക്സാമ്പിൾ അമലേട്ടൻ ഫോർ ഫർദീസ ഹി ടുക്ക് അനദർ ഡേ ജസ്റ്റ് ഫോർ ദ ലാസ്റ്റ് ബിറ്റ് അളിയ. മറ്റേ ഷാംപെയിൻ ഷോട്ട്സ് നമ്മളെല്ലാവരും കൂടെ സർക്കിളിൽ ഡാൻസ് കളിക്കുന്നത്, അതിനൊക്കെ വേണ്ടി അമലേട്ടൻ സ്പെൻഡ് another 8 lakhs and did another day. എല്ലാവരും വിളിച്ച് കുറേ പരിപാടി. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് ദ റൈറ്റ് എമൗണ്ട്. ഐ എം ഷുവർ ഹി സ്പെൻഡ് എ ലോട്ട് ബട്ട് ഹി ഡിഡ് an extra day which is I'm sure a lot of money. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മെൻറ്റാലിറ്റിയാണ്. യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ടു സ്പെൻഡ് ദാറ്റ് മച്ച്. അത് ഓക്കെ, അത് സംഭവിക്കാൻ പോവാണ്, അത് വേണം ആ സീൻസ്. മറ്റേതെന്ന് വെച്ചാൽ തലേദിവസം നമ്മൾ കാറിൽ പോകുന്നത് സെലക്ട് ചെയ്ത് വിടണമൊക്കെ തീർത്തായിരുന്നു. പക്ഷേ സോ യൂഷ്വലി ഇറ്റ് ഈസ് എന്താ പറയുക ഒരു മെൻറ്റാലിറ്റിയാണ് ചെയ്യുന്നത്. അത് ആ പ്രഷറിനൊന്ന് ലഘൂകരിക്കാൻ വേണ്ടിയായിരിക്കും. കാരണം ഇഫ് ശരിയായില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ശരിയാക്കാം എന്ന് പറയുന്ന ഒരു സാധനം. ഇറ്റ്സ് ഓൾവേസ് വർക്ക്സ് ഇൻ ദ ബിഗിനിങ്. ഇറ്റ് ഓൾവേസ് വർക്ക്സ്. നമ്മൾ ചെയ്ത് തുടങ്ങല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഇത് പെർഫോമൻസ് ബേസ്ഡ് ആണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും അതല്ല നമ്മൾ നോക്കണത്. നമ്മൾ മനുഷ്യന്മാർ കാണുന്നത് മനുഷ്യന്മാരുടെ ഇമോഷൻസ് ആണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സോ അങ്ങനെ ആര് പെർഫോം ചെയ്താലും ആ പരിപാടി നടക്കും. ഇപ്പം ആ ഒരുമിച്ച് വരുന്ന സാധനവും ആ കെട്ടിപ്പിടിക്കുന്ന അടിയിലത്തുള്ള ഷോട്ടൊന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാരണം ദ നെക്സ്റ്റ് സീൻ ഐം ഡൈയിങ് ഇൻ പർദീസ. അപ്പോൾ ദോസ് ആർ ഇമ്പോർട്ടൻറ്റ് ഷോട്ട്സ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ദർ ആർ തിങ്സ് ദറ്റ് യു വോണ്ട് ഷൂട്ട്. ഇപ്പോൾ ലൈക്ക് ഐ വാസ് സെഡ് നമ്മുടെ കുംബ്ലങ്ങി നൈറ്റ്സിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മഞ്ഞുമ്മലാണെങ്കിലും നമ്മൾ അവിടെ ചെന്നിട്ട് മനസ്സിലായി ഓക്കെ ഇനി സ്റ്റുഡിയോ ഉണ്ടാക്കണം, അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഫുൾ പരിപാടി. സാർ ഒരു എന്താ പറയുക ഒരു മേക്കറിൻ്റെ ഡിസിഷനാണ് മോർ ദാൻ ഈവൻ ഞാൻ വിചാരിച്ചില്ല ശരിക്കുള്ള ഹോസ്പിറ്റലായിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മളൊരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷനിൽ പിന്നെ ആൾക്കാർ വരിക. അപ്പം നമ്മളങ്ങനെ ഷിഫ്റ്റ് ചെയ്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭയങ്കര ടാസ്ക് ആയിരുന്നു അത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്യുക, അതും മെഡിക്കൽ കോളേജിൽ നടക്കണമല്ലോ, ഷൂട്ടും നടക്കണം. ഇത്രയും സീൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷെ അത് സംഭവിച്ചു. എനിക്ക് തോന്നുന്നു അത് പൊളിക്കാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അത് രണ്ടാമത് ആ മെഡിക്കൽ കോളേജിൽ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്ത് വിഷ്വലി അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് പൊളിക്കണതിന്റെ അതായത് ആ പഴയ സ്ട്രക്ചർ ഇല്ലേ, കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സംഭവമില്ലേ, അത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവിടെ. അവിടുത്തെ സാറുമാരൊക്കെ ആയാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിലൊരു സെറ്റ് വർക്കിലേക്ക് പോകാന്നുള്ള ഡിസ്കഷനൊക്കെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. മറ്റു സെറ്റ് ഇട്ടിട്ടുണ്ട് കുറച്ചാണ്, ചില സാധനങ്ങൾ സെറ്റ് ഇട്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ സെറ്റപ്പ്. അല്ലാണ്ട് വലിയ കാരണം ബിക്കോസ് ഇറ്റ് ഇസ് എ ഹോസ്പിറ്റൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇപ്പുറത്ത് തന്നെ ഹോസ്പിറ്റലിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ
നമ്മളെ പിന്നെ ഇനിയിപ്പോൾ ഈ അമൽ നീരദിന്റെയും അല്ലെങ്കിൽ ശ്യാം പുഷ്കർ അവരുടെയൊക്കെ പറഞ്ഞ പോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനികളെ വേണം ഇത്ര നമുക്ക് സ്പെൻഡ് ചെയ്യാം. അതൊരു വലിയൊരു ഘടകമാണ്. അതായത് മേക്കേഴ്സിനെ വിശ്വസിച്ച് അവരുടെ പാഷൻ വിശ്വസിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി വലിയൊരു ഘടകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് തീർച്ചയായും അതെല്ലാ സ്ഥലത്തും പോസിബിൾ അല്ല. ഭയങ്കര എക്സ്പെൻഡിച്ചറും അല്ല അത്. അതെ, ഇപ്പൊ ഈ സീൻ വേറൊരു തവണ ഒന്നും കൂടി നമുക്ക് സുമേഷ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയണത് കുറച്ചൊരു 2000-3000 രൂപ വ്യത്യാസം വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത് ബെറ്റർ ആയിരിക്കും എന്ന് പറയണത് നമുക്ക് വേറൊരു സ്ഥലത്ത് എൻകേഷ് ചെയ്യാൻ പറ്റും. ആ സീനിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആ സീൻ റീഷൂട്ട് ചെയ്യാന്ന് പറയണത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അത് കുഴപ്പമില്ല വിട്ടേക്കെന്ന് പറയില്ലേ. പക്ഷെ പ്രഷേഴ്സ് എല്ലാവർക്കും ഉണ്ട്. എനിക്കൊന്ന് ടാരന്റീനോയ്ക്കും ഈ പറഞ്ഞ പോലെ 2 ദിവസത്തിൽ അല്ല 1 ദിവസം തന്നെ ആയിരിക്കും കൊടുക്കാൻ പോണത് സ്റ്റുഡിയോ. എനിക്ക് തോന്നണില്ലേ കൂടുതൽ ദിവസങ്ങൾ പുള്ളിക്കും കൊടുക്കുന്നത് ഇവിടെ. അതിനിപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രഷർ എന്തായാലും ഉണ്ട്, പ്രഷറൊക്കെ എന്തായാലും ഉണ്ട്. അതായത് ജോലി അങ്ങനത്തെയാണ്. അത്ര ദിവസങ്ങൾ ഇത്ര ആൾക്കാർ കൂടി വന്നു അത്രേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. അതിപ്പോൾ ആരാണെങ്കിലും ഹോളിവുഡ് ആണെങ്കിലും ഇവിടെ ആണെങ്കിലും. ഈ ഒരു സിനിമ വാസി ഇപ്പോൾ ഒരുപാട് തിരക്കഥകൾ കേൾക്കുന്നുണ്ടാവും. ഈ ഒരു സ്ക്രിപ്റ്റ് ഓക്കെ ഇത് കമ്മിറ്റ് ചെയ്യാം, ആ ഒരു ട്രിഗർ എന്തായിരുന്നു? എന്താണ് ഇതിൻ്റെ അകത്ത് ഹുക്ക് പോയിന്റ് എന്ന് പറയുന്നത്? രണ്ടുപേരും സാഗറും മിസ്റ്റർ ജോ ഇവർ രണ്ടുപേരും ഒന്ന് കഥ പറഞ്ഞിട്ട് കുറേ കഥകൾ ഇങ്ങനെ കേൾക്കാൻ നേരത്ത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് സ്റ്റിക്ക് ടു യുവർ മൈൻഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന കഥയാണ്. പക്ഷേ നമ്പർ പോയായിരുന്നു, സേവ് ചെയ്തിട്ടില്ല. പാളിയായിരുന്നു, കയ്യിൽ പോയപ്പോൾ പെട്ടെന്ന് ഇവന്മാരെ എവിടെയാണ് എങ്ങനെ കണ്ടുപിടിക്കും? കാരണം എനിക്ക് കഥ ഓർമ്മയുണ്ട്, ഇത് കലക്കം കഥ ഇതാരെവിടെയാ. അപ്പോൾ അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ സൗത്ത് സ്റ്റുഡിയോയിൽ ഇതുപോലെ ഡബ്ബിങ്ങിന് പോകുന്ന സമയത്ത് അടുത്ത ദിവസം അതുപോലെ പോകുന്ന സമയത്ത് സാഗർ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിയും. അപ്പം ബോയ്സ് പോകല്ലേ ഇവർ പറയണ്ട. അയ്യോ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആ ടൈമിൽ 1-2 മെസ്സേജ്. പക്ഷെ അതൊന്നും ആ സമയത്ത് ഷൂട്ടിംഗ് തിരക്കായതുകൊണ്ടും നോക്കി കാണില്ല, അറിയില്ല നമ്പർ. പുതുതായിട്ട് മീറ്റ് ചെയ്തല്ലേ ഉള്ളൂ, വന്ന് കഥ പറഞ്ഞു. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ആ ലോഗിൽ പെട്ടുപോയത്. അപ്പം നമുക്ക് അറിയില്ല ഏതാ നമ്പറൊന്നും. അപ്പോൾ പക്ഷെ ഐ ഫൗണ്ട് ദം സ്റ്റുഡിയോയിൽ കണ്ടുപിടിച്ച് നടക്കാനുള്ള സംഭവമായിരുന്നു. ഞാൻ ഈ ഇതിന്റെ ടീമിന്റെ അകത്തുനിന്ന് കേട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ബാത്റൂമിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് ഒക്കെ ചെയ്തു. അതെ, അതിന് പിന്നെ വലിയ കഥയുണ്ട്. കാരണം എന്താണ് ഒറിജിനൽ ബാത്റൂമിൽ വെച്ച് സാധാരണ സെറ്റ് ഇടുക എന്നുള്ളതാണ്. ഒറിജിനൽ ബാത്റൂം ഒക്കെ യൂസ് അങ്ങനെ അതിന്റെ സെറ്റ് ആരും ചെയ്യാറില്ല. അതിന്റെ സെറ്റ് ഓൾറെഡി അതിന്റെ ബാത്റൂമിന്റെ ചെറിയൊരു സീക്വൻസ് ഉണ്ട്, ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ബാത്റൂമിന്റെ സെറ്റൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുവാണ്. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു ഉടനെ ബാസികളെയും വന്നിട്ട് എന്തേ നമുക്ക് ഷോട്ട്. അപ്പോൾ പറഞ്ഞാൽ മറ്റേ ബാത്റൂം ഫൈറ്റിൻ്റെ പരിപാടി എന്തേ? ഞാൻ പറഞ്ഞാൽ നടക്കുക, 2 ദിവസത്തിനുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഏതാ? ഞാൻ പറഞ്ഞു ഇതാണ്. എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇതാണ് സെറ്റ്. നീങ്ങി വന്നേ വാ കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് നേരെ സെറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യും. നോക്കുമ്പോൾ ഒറിജിനൽ ബാത്റൂമാണ്. എന്താ വെച്ചാൽ 2 രൂപ പാസിന് കോട്ടയം നമ്മുടെ മെഡിക്കൽ കോളേജിൽ കയറുന്നൊരു ബാത്റൂം. അപ്പം നമുക്കൊരു ഇതെങ്ങനെ ഇതിനകത്ത് നീ ചെയ്താൽ മതി. ഇവൻ പറയുന്ന ഈ 2 ദിവസത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂം ഇല്ല. അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു അല്ല ഷോട്ട് ഇല്ല, അതെനിക്കറിയാം. ഇത്രയും നാൾ വർക്ക് ചെയ്തതിൽ വെച്ചിട്ട് എനിക്കറിയാം. അല്ല, ഹാളിനകത്ത് ബാത്റൂം എന്നുള്ള കൺസെപ്റ്റ് ആദ്യം നമ്മൾ മാറ്റിയിട്ട് ഒരു ഹാളിൽ ഉള്ളൊരു രീതി പരിപാടിയായിരുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ കോംപ്രമൈസ് ആണ്. അവനൊരു കോംപ്രമൈസ് ആണ്. അപ്പോൾ നമ്മളത് പക്ഷെ അവൻ്റെ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്ട്രെയിൻ, പ്രൊഡക്ഷൻ ഇഷ്യൂ, ഇത് തീർക്കണം, ഈ സീനുണ്ട്. ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് ബാത്റൂം ഉണ്ടെന്ന്. എനിക്കൊരു അതെങ്ങനെ പറ്റി ബാത്റൂമിൽ ഒറിജിനൽ ബാത്റൂമിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജോ കുടുങ്ങി അവിടെ. അതെ, കാരണം അല്ല അങ്ങനല്ല, ഇവിടെ തന്നെ മതി. ഇത് ഞാൻ ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും ബാത്റൂമാണ്, പബ്ലിക് ടോയ്ലറ്റ് ആണ്, ഹോസ്പിറ്റലിൻ്റെ ആണ്. അപ്പം അവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ ആർട്ടിൽ വിളിച്ചിട്ട് വേണ്ട ക്ലീൻ ചെയ്ത്. പക്ഷെ അവിടെ ആ സീൻ കാണുമ്പോൾ അറിയാം അതിനകത്ത് എന്താണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നുള്ളത്. കാരണം ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, കാരണം ഇതിലും വെച്ചാൽ അതുകൊണ്ടാണ് എൻ്റെ സെലക്ഷൻ മോശമായിട്ടില്ല. ആ സീൻ അങ്ങനെ മറ്റൊരാൾ അങ്ങനെ ഞാൻ ഒറിജിനലി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ്, എൻ്റെ ഫസ്റ്റ് പടമാണ്. പക്ഷേ ആ സീൻ കാണുമ്പോൾ അതിനകത്തുണ്ട് അത്രയും ആ ഒരു ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അതിൽ ഭയങ്കര എന്താ പറയുക, അടിപൊളിയാണ് ആ കാര്യത്തിൽ. കാരണം ചെയ്ത് തന്നെനിക്ക്. കാരണം എനിക്കത് ഭയങ്കര ടെൻഷനാണ് ആ സീൻ തന്നെ. കാരണം അതേ കണക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇല്ല, നിങ്ങൾ
നന്ദിയുണ്ട് ഒരുപാട്. ഒരു സംവിധായകന്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ആ മുഖത്ത് തീർച്ചയായും. കാരണം എനിക്ക് ആ പടത്തിൽ എനിക്ക് ആ സീക്വൻസ്, ആ സീൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ സീൻസിൽ നിന്നാണ് പലതും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന ലേബിൾ ആ സീൻ കൊണ്ട് തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. അതിൽ 100% എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഈ ഒരു കാര്യം ഞാൻ പറയുന്നതുകൊണ്ട് തന്നെ ആത്മാർത്ഥത്തോടെ പറയണം. അതിൽ പടത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ രണ്ടുപേരുടെ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് വാസിയുടെ, അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ. കാരണം അടിപൊളിയാണ് ആ സീൻ. മതിയാവണല്ല കാര്യം വേറൊന്നുമല്ല, ഒരു ഡയറക്ടർ നിലയിൽ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് കാണുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് പറയാൻ മറക്കുന്ന പോലെ. കാരണം അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീൻസിലൊന്നാണ് അത്. തീർച്ചയായിട്ടും. താങ്ക്സ് മാൻ. അതെ, താങ്ക്സ്. അല്ല, നന്ദി മാത്രമേ ഉള്ളല്ലേ ഇത്. ഓക്കെ ബാസി, വിത്ത് യുവർ പെർമിഷൻ 1-2 ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ നടക്കുന്ന ഇഷ്യൂസ് ആയിട്ടുള്ള 1-2 കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. ഓക്കെ ആണല്ലോ? ഡയറക്ടറുടെ അടുത്താണ് ഇപ്പോൾ ഈ കണക്ട് ചെയ്ത് തന്നെ ചോദിക്കുക. ഇപ്പോൾ ബാസി പറഞ്ഞ ഈ ഒരു ഡെഡിക്കേഷനെ പറ്റി സംസാരിച്ചു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മറ്റൊരു സിനിമയുടെ നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരാൾ വന്ന്, നമുക്ക് സിനിമ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞത് ബാസി സഹകരിക്കുന്നില്ല, അദ്ദേഹം കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നു, ലൊക്കേഷൻ അങ്ങനെ ഒരുപാട്, അതായത് ബാസിയുടെ കുറ്റങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ ഭയങ്കരമായിട്ട് എന്താണ് ആവേശം കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മനുഷ്യനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവ് മാത്രം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ, പ്രത്യേകിച്ച് ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ, ഇപ്പോൾ നമ്മുടെ നാടൻ ചൊല്ലുണ്ട്, ഇപ്പോൾ ഈ ആഘോഷം എവിടെ ഉണ്ടെങ്കിലും കോഴിക്ക് അടക്കപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞ ചൊല്ലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നുകിൽ ആരെങ്കിലും ഒരു ബാസിൻ്റെ പേര് വരും, അല്ലെങ്കിൽ ഷൈൻ്റെ പേര്. ഇവർ ചിലപ്പോൾ ബന്ധം പോലും ഉണ്ടാവാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് മറ്റൊരു പടത്തിന് ബാസി കാരണം ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഈ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാസി എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ? ബാസി ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനതുകൊണ്ട് ഡയറക്ടർ നിലയിൽ തന്നെ ഞാൻ തന്നെയാണ് ബാസി മച്ചാനെ ചൂസ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് എൻ്റെ സെറ്റിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ പ്രൊഡ്യൂസർ അടക്കം ഹാപ്പിയാണ്, എൻ്റെ ആർട്ടിസ്റ്റ് എല്ലാവരും ഹാപ്പിയാണ്. കാരണം എനിക്ക് വേണ്ടത് എന്താണെന്ന് ബാസി കൃത്യമായിട്ട് എനിക്ക് തരുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വേറെ കാര്യങ്ങൾ ചിന്തിക്കില്ല. നമുക്ക് എന്താണോ വേണ്ടത് ചോദിക്കുക, നമ്മളുമായിട്ട് എങ്ങനെയാണ് എനിക്ക് കംഫർട്ടബിളാണ്. ചെയ്ത എന്ന നിലയിൽ, ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഓക്കെയാണ്. കാരണം എൻ്റെ പ്രൊഡ്യൂസർ ഹാപ്പിയാണ്. കാരണം എൻ്റെ ആ ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് അയാൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടതെന്ന് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ് അവിടെ കംഫർട്ടബിൾ ആയിരിക്കും. അതാണ് ഒരു ഡയറക്ടർക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്നതും ആർട്ടിസ്റ്റുകളെ കംഫർട്ടാക്കുക എന്നുള്ളതാണ്. അത് 100% എൻ്റെ പടത്തിന് കിട്ടിയിട്ടുണ്ട്. എനിക്കങ്ങനെ സെറ്റിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ പ്രൊഡ്യൂസർ ഹാപ്പിയാണ്. അതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. പ്രൊഡ്യൂസർ ഹാപ്പിയാണ്, നമ്മൾ ഓക്കെയാണ്. എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാര്യം നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഇപ്പം ഞാൻ എങ്ങനെ പെരുമാറുന്നു, തിരിച്ചല്ല ഞാൻ പെരുമാറട്ടെ, എനിക്ക് ഇങ്ങനെ കിട്ടണം, അതിലൊന്നുമല്ല. ഞാൻ കാര്യങ്ങൾ പറയും, എനിക്ക് അതേപോലെ കാര്യങ്ങൾ എനിക്കതറിഞ്ഞാൽ പോരെ, ഞാൻ ഓക്കെയാണ്, ഇതുവരെ ഓക്കെയാണ്. ഡബ്ബിങ് ആയാലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പടത്തിൻ്റെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കം കൂടെ തന്നെ എല്ലാ ദിവസവും വിളിക്കും. എന്തായി അത് ഞാൻ അതറിഞ്ഞാൽ പോരെ. എൻ്റെ പ്രൊഡ്യൂസർ വിളിക്കും, എടാ ബാസി എന്തായി, ഞാൻ പറഞ്ഞു വിളിക്കുന്നുണ്ട്, നീ ഒന്ന് ചെല്ലി, ഇതൊക്കെ പറയും. കാരണം നമ്മൾ ഓക്കെയാണ്. വീട്ടിൽ എപ്പോഴും സംസാരിക്കുന്ന ആളാണ് ഈ നിമിഷം വരെ.